ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് എസ് ആർ എച്ചും ജി ടി ആണ് മത്സരം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ജയിക്കുന്ന ടീം എന്തായാലും 16 പോയിന്റോടെ പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിക്കുന്ന ഒരു 99% പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അപ്പം കഴിഞ്ഞ രണ്ട് ടീമിന്റെ കഴിഞ്ഞ കുറച്ച് മാച്ചുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എസ് ആർ എച്ചും ജി ടി തുല്യമായി കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങളും തുടരെ ജയിച്ചാണ് 5 മത്സരങ്ങൾ ജി.ടി തുടരെയായിട്ടുള്ള 4 മത്സരങ്ങൾ ജയിച്ചാണ് 14 പോയിന്റോടെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന എസ് ആർ എച്ച് കഴിഞ്ഞ 5 മത്സരങ്ങളിൽ കഴിഞ്ഞ മത്സരം ജയിച്ചു, അതിന് തൊട്ട് മുന്നത്തെ മത്സരം തോറ്റു. അങ്ങനെ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങൾ ജയിച്ചു തന്നെയാണ്. പക്ഷേ റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് സൺറൈസേഴ്സ് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ 16 പോയിന്റ് ആണ് നോർമലി എല്ലാ പ്ലേ ഓഫ് കളിക്കാൻ നോർമലി വേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 16 പോയിന്റോടെ ഇന്ന് ജയിക്കുന്ന ടീം എന്തായാലും എന്തായാലും ഒരു 90%ഓളം പ്ലേ ഓഫ് ഉറപ്പിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടറിയാം ഏത് ടീം ആദ്യം പ്ലേ ഓഫ് കളിക്കുമെന്നുള്ളത്. പ്ലേ ഓഫ് എന്തായാലും ആദ്യം കളിക്കുമെന്ന് വിചാരിച്ചിരുന്നത് പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്ന് വിചാരിച്ചിരുന്നത് പഞ്ചാബാണ്. പഞ്ചാബിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം തൊട്ടുപുറയിൽ ജി.ടി ആയാലും ശരി, CSK, രാജസ്ഥാൻ, ഇവരെല്ലാം തൊട്ടുപുറയിൽ 12 പോയിന്റോടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പ്ലേ ഓഫ് കുറച്ചുകൂടെ കഠിനമായിട്ടാണ്, പ്ലേ ഓഫിലേക്ക് എത്തുന്ന ആ സമയത്ത് ഭയങ്കര കഠിനമായിട്ടുള്ള മത്സരങ്ങളിലേക്കാണ്, തീ പാർന്ന പോരാട്ടങ്ങളിലേക്കാണ് നമുക്ക് ഇനിയിപ്പോൾ നടക്കുന്നതെല്ലാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വാച്ച് ചെയ്യാം, നോക്കാം.